കേരളത്തിൽ എല്ലാവരും മയക്കുമരുന്ന് ബോധവൽക്കരണത്തിലാണ്. പോലീസ്, എക്സൈസ് തുടങ്ങിയ ഏജൻസികൾ കാര്യക്ഷമമായ പരിശോധനകളും അതുപോലെ അറസ്റ്റുകളും നടത്തുന്നതായാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേശീയ അന്തർദേശീയ ബന്ധമുള്ള ചില ഏജന്റുമാരെയൊക്കെ ഇതിനിടയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എയർ കാർഗോയിൽ ഒമാനിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ച MDMA-യും പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗളൂരുവിൽ നിന്നും 2 സുപ്രധാന അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. ഒന്ന് മലയാളിയായ ഒരു ഏജന്റ് ആണെങ്കിൽ രണ്ടാമത്തേത് ഒരു ആഫ്രിക്കൻ സിറ്റിസൺ ആയ ഒരു സ്റ്റുഡന്റ് ആണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ബംഗളൂരുവിലെ, അതായത് ബംഗളൂരുവിലെ മയക്കുമരുന്ന് റാക്കറ്റിനെ കുറിച്ചാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനം കൂടി ആയതുകൊണ്ടാവണം നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം ഈ ബംഗളൂരുവിൽ നിന്ന് ഒഴുകുന്ന രാസലഹരിയെക്കുറിച്ച് മൗനം പാലിക്കുന്നത്. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ബംഗളൂരു നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറെ കാലമായി ദക്ഷിണേന്ത്യയുടെ ഒരു മയക്കുമരുന്ന് തലസ്ഥാനം, ഡ്രഗ് ക്യാപിറ്റൽ എന്ന നിലയിലുള്ള കുപ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്ന് നിർമ്മാണവും ഉപഭോഗവും മുതൽ സമീപത്തുള്ള മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്കുള്ള സപ്ലൈ വരെ നീളുന്ന ഒരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട, അതും രാസലഹരിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങളാണ് നഗരം കേന്ദ്രീകരിച്ച് നടന്നു വരുന്നത്. നഗരത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം, അതിന്റെ കോസ്മോപൊളിറ്റൻ ജനസംഖ്യ എന്നിവയുമായി ചേർന്ന് കർണാടകയ്ക്കുള്ളിൽ മാത്രമല്ല സമീപത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിലേക്കും അതിന്റെ സ്വാധീനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ഈ ഒരു രീതിയിൽ സൗത്ത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന നിലയിലാണ് ബംഗളൂരുവിന്റെ ഡ്രഗ് ബിസിനസ് കിടക്കുന്നത്. ഇവിടെ ഇത്തരത്തിലൊരു ഡ്രഗ് ബിസിനസ് വളർന്നു വരുന്ന നിരവധി ഘടകങ്ങളുണ്ട്. നഗരത്തിലെ കുതിച്ചുയരുന്ന IT ഇൻഡസ്ട്രി ധാരാളം യുവ പ്രൊഫഷണലുകളെ ബംഗളൂരുവിലേക്ക് ആകർഷിച്ചു. മധ്യവർഗ കുടുംബങ്ങളിൽ നിന്നൊക്കെ ഉയർന്ന വരുമാനമുള്ള ഇത്തരം പ്രൊഫഷണലുകളിലേക്ക് എത്തിപ്പെടുന്നവർക്ക് മറ്റ് കുടുംബ ബാധ്യതകളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ അവരുടെ കയ്യിൽ ചെലവാക്കാൻ യഥേഷ്ടം പണമുണ്ടായിരുന്നു എന്ന് പറയാം. പൊതുവെ യാഥാസ്ഥിതികമായ കുടുംബം, സമൂഹം എന്നിവിടങ്ങളിൽ നിന്നും ഈ പറയുന്ന ബാംഗ്ലൂരു നഗരത്തിന്റെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ കൂടെ ഉയർന്ന സാലറി കൂടി ഉണ്ടാകുന്നതോടെ ചിലരെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെ ഒരു അഡ്വഞ്ചറൊക്കെയായി കാണാൻ തുടങ്ങി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒപ്പം അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് പോലും മയക്കുമരുന്ന് ലഭ്യമാക്കുന്ന ഒരു സുസംഘടിത വിതരണ ശൃംഖല ഇതോടെ ബംഗളൂരു കേന്ദ്രീകരിച്ച് രൂപംകൊണ്ടു. നഗരത്തിലെ വലിയ ജനസംഖ്യ നൽകുന്ന സുരക്ഷിതത്വം മയക്കുമരുന്ന് റാക്കറ്റിന് അധികം ആരുടെയും ശ്രദ്ധ ആകർഷിക്കാതെ പ്രവർത്തിക്കാൻ കൂടി സഹായകരമായി. ബാംഗ്ലൂർ പോലീസ് നടപടികൾ കൈക്കൊള്ളുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് 2024 നടന്ന ഒരു സീരിയൽ ഓപ്പറേഷൻ നമുക്കെടുക്കാം. അതിൽ 3 വിദേശ പൗരന്മാർ ഉൾപ്പെടെ 67 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 170 കിലോഗ്രാം കഞ്ചാവ്, 1 കിലോഗ്രാം കറുപ്പ്, 13 ഗ്രാം കൊക്കൈൻ, 372 ഗ്രാം MDMA, 998 എക്സ്റ്റസി ടാബ്ലറ്റുകൾ, 1089 LSD സ്ട്രിപ്പുകൾ എന്നിവയുൾപ്പെടെ ഗണ്യമായ അളവിൽ മയക്കുമരുന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ പോലീസ് നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഈ സ്ഥിതിവിവര കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ അതൊട്ടും ശുഭകരമല്ലാത്ത വിവരങ്ങളാണ് നൽകുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡാറ്റ പ്രകാരം 2022 NDPS ആക്ടിന് കീഴിൽ ബംഗളൂരുവിൽ 4027 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പ്രകാരം മുംബൈക്ക് ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് സംബന്ധമായ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന 2ാമത്തെ നഗരമായി ബംഗളൂരു മാറി. ഈ കേസുകളിൽ ഭൂരിഭാഗവും, കൃത്യമായി പറഞ്ഞാൽ 3457 എണ്ണം മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന നിലയിൽ ഉള്ളവയാണ്. അതായത് ഇവരിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത് ഇവർക്ക് വ്യക്തിപരമായി ഉപയോഗിക്കാനായി സൂക്ഷിച്ച 1-2 ഗ്രാം മയക്കുമരുന്ന് മാത്രമാണ്. അതേസമയം 570 കേസുകൾ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ കേസുകൾ എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഇതിന്റെ നെറ്റ്വർക്കിലേക്ക് കടന്നു കയറിക്കൊണ്ട്, അതായത് ഇതിന്റെ വിതരണക്കാർ, നിർമ്മാതാക്കൾ തുടങ്ങിയവർക്കുള്ളിലേക്ക് കടന്നു കയറിക്കൊണ്ട് നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ കണക്കുകൾ നൽകുന്ന സൂചന. നഗരത്തിൽ വ്യാപകമായിട്ടുള്ള മയക്കുമരുന്നുകളുടെ തരം, ഇനം ഏതൊക്കെയാണെന്ന് നോക്കാം.
കഞ്ചാവ് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതും പിടിച്ചെടുത്തതുമായ ഒരു മയക്കുമരുന്നായി ഇപ്പോഴും തുടരുകയാണ്. ഗണ്യമായ അളവിൽ പതിവായി പിടിക്കുന്നത് കഞ്ചാവാണ്. ഉദാഹരണത്തിന് 2023 ഒരു ഓപ്പറേഷനിൽ ബംഗളൂർ പോലീസ് പിടിച്ചെടുത്തത് 4110 കിലോഗ്രാം കഞ്ചാവാണ്. MDMA, LSD പോലുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകൾ വ്യാപകമാണെങ്കിലും ഇത് താരതമ്യേന ചെറിയ അളവിൽ മാത്രമേ പിടികൂടുന്നുള്ളൂ എന്നതാണ് വസ്തുത. 2024 പോലീസ് 35 കിലോഗ്രാമിലധികം MDMA, 15,448 എക്സ്റ്റസി ടാബ്ലറ്റുകൾ, 3,770 LSD സ്ട്രിപ്പുകൾ എന്നിവ പിടിച്ചെടുത്തിരുന്നു. സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ വർദ്ധിച്ചു വരുന്ന ഒരു ഉപയോഗമാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ വ്യാപകമായ രീതിയിൽ സിന്തറ്റിക് ഡ്രഗുകൾ പിടിച്ചെടുക്കാനോ അതിന്റെ നിർമ്മാണ വിതരണ ശൃംഖലകളെ ആ ചെയിനിനെ തടയാനോ പോലീസിന് സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. മയക്കുമരുന്ന് വിതരണ കേന്ദ്രമെന്ന നിലയിൽ ബാംഗ്ലൂരിന്റെ പങ്ക് അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നു. മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക്, കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിനുള്ള ഒരു പ്രധാന വിതരണ കേന്ദ്രമായി ഈ നഗരം പ്രവർത്തിക്കുന്നു. ഒഡീഷ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് ബാംഗ്ലൂർ വഴിയാണ് തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രധാന പട്ടണങ്ങളുമായി റോഡ്, റെയിൽ, വ്യോമ ലിങ്കുകൾ ബംഗളൂരുവിന് ഉണ്ട്. കേരളത്തിലെ ഏതൊരു ചെറുകിട പട്ടണം എടുത്താൽ പോലും പ്രതിദിനം നിരവധി ബസ്സുകളാണ് ബംഗളൂരുവിലേക്കും അതുപോലെ തിരിച്ചും സർവീസ് നടത്തുന്നത്. ഇത് മയക്കുമരുന്നുകളുടെ ഡിസ്ട്രിബ്യൂഷന് വലിയ രീതിയിൽ സഹായകരമാകുന്നു. എളുപ്പത്തിൽ ആർക്കും ചെറിയ അളവിൽ മയക്കുമരുന്ന് വാങ്ങാൻ ബംഗളൂരുവിൽ സാധിക്കും. ഇത് വലിയ റാക്കറ്റുകളുടെ ഒന്നും സഹായമില്ലാതെ സ്വന്തം നിലയ്ക്ക് കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളുണ്ട്. ഇത്തരത്തിൽ ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്നുമായി എത്തിയ നിരവധി പേരെ കേരള പോലീസ് പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേരള പോലീസ് ഒരു ആഫ്രിക്കൻ പൗരനെ അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ സ്റ്റുഡന്റ്, അയാൾ സ്റ്റുഡന്റ് ആയിരുന്നു, സ്റ്റുഡന്റിനെ ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്ത വാർത്ത മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിലെ മയക്കുമരുന്ന് വ്യാപാരത്തിൽ ആഫ്രിക്കൻ പൗരന്മാരുടെ പങ്കാളിത്തം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നഗരത്തിലെ മയക്കുമരുന്ന് കടത്ത ശൃംഖലകളിൽപ്പെട്ട നിരവധി ആഫ്രിക്കൻ പൗരന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2021 ഡിസംബറിൽ 1.5 കോടി രൂപയുടെ സിന്തറ്റിക് മയക്കുമരുന്നുമായി ഒരു ആഫ്രിക്കൻ പൗരനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റൊരു കേസിൽ 16 കിലോ MDMAയും 500 ഗ്രാം കൊക്കൈനും ഉൾപ്പെടെ 21 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുകളുമായി ഒരു നൈജീരിയൻ സിറ്റിസൺ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ബംഗളൂരുവിലെ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ അന്താരാഷ്ട്ര പങ്കാളിത്തത്തെ തടയാൻ ഉതകുന്ന നിലയിലുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പോലീസിന്റെ ശ്രമങ്ങൾക്കിടയിലും ബാംഗ്ലൂരിൽ മയക്കുമരുന്ന് വ്യാപാരം തഴച്ചു വളരാൻ കാരണമായ പല കാരണങ്ങളുണ്ട്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ കൃത്യമായ ശിക്ഷ ഉറപ്പാക്കാൻ ഏജൻസികൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. മയക്കുമരുന്ന് കേസുകളിൽ തെളിവുകൾ ശേഖരിക്കുന്നത് പലപ്പോഴും ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമായി ലോക്കൽ പോലീസിന് മാറുന്നു. കൂടാതെ മയക്കുമരുന്ന് വ്യക്തിപരമായ ഉപയോഗത്തിനുള്ളതാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പല പ്രതികൾക്കും, പ്രത്യേകിച്ച് കുറഞ്ഞ അളവിൽ മയക്കുമരുന്ന് പിടികൂടുന്ന കേസുകളിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നു. നിരവധി മയക്കുമരുന്ന് വിൽപ്പനക്കാരും ഉപയോക്താക്കളും അറസ്റ്റിലായ ഉടൻ തന്നെ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യവും മറുവശത്തുണ്ട്. കൂടിയ അളവിൽ മയക്കുമരുന്നുകൾ കൈവശം വച്ചിട്ടുള്ള വിതരണക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഫലപ്രദമായ നിയമ നടപടികൾ സാധ്യമാകൂ എന്ന പോയിന്റ് കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പരാജയ കാരണം ഏജൻസികളുടെ ഏകോപനമില്ലായ്മയാണ്. വ്യത്യസ്ത സെൻട്രൽ സ്റ്റേറ്റ് ഏജൻസികൾ തമ്മിലുള്ള ഒരു ഏകോപനത്തിന്റെ, ഒരു കോർഡിനേഷന്റെ അഭാവം ഇവിടെ ഒരു വലിയ പ്രശ്നമാണ്. ലോക്കൽ പോലീസാണ് പറയത്തക്ക രീതിയിലെങ്കിലും ഒരു മയക്കുമരുന്ന് പരിശോധനയൊക്കെ നടത്തുന്നത്. സംസ്ഥാന ദേശീയ തലങ്ങളിൽ മറ്റ് ഏജൻസികളിൽ നിന്ന് പലപ്പോഴും ഇതിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവാറില്ല. ഈ ഏകോപനക്കുറവ് മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തിയെ തടസ്സപ്പെടുത്തുകയും കാര്യമായ കണ്ണികളുടെ അറസ്റ്റ് ഒന്നും നടക്കാതെ പോവുകയും ചെയ്യുന്നു. കേരള, തമിഴ്നാട് പോലീസുകളൊക്കെ അന്വേഷണവുമായി ബംഗളൂരുവിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ
കർണാടക പോലീസിന്റെ, അതായത് ബംഗളൂരു പോലീസ് ഒരു കാര്യമായ പിന്തുണ കൊടുക്കാറില്ല എന്ന ആക്ഷേപവും വിവിധ സമയങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. ബംഗളൂരുവിലെ മയക്കുമരുന്ന് ഉപഭോഗത്തെ പ്രേരിപ്പിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ ഘടകങ്ങളും പരിഹരിക്കേണ്ടതുണ്ട്. നഗരത്തിലെ യുവാക്കൾ, ടീനേജേഴ്സ്, പ്രത്യേകിച്ച് 12നും 18നും ഇടയിൽ പ്രായമുള്ളവരെ ലക്ഷ്യമിട്ടുകൊണ്ട് കൃത്യമായ ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ തന്നെ നടത്തേണ്ടതുണ്ട്. സമീപ സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ തിരിച്ചും ഒക്കെയുള്ള ലഹരിക്കടത്ത് തടയാൻ കാര്യക്ഷമമായ ഒരു സംവിധാനം കർണാടക സർക്കാർ ഒരുക്കേണ്ടതായുണ്ട്. വിദേശ പൗരന്മാർ, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള നേരത്തെ ഈ കേസുകൾ പ്രതിയായിട്ടുള്ള ആളുകൾ പോലും ഇല്ലീഗലായി ബാംഗ്ലൂരുവിൽ താമസിക്കുകയും കെമിക്കൽ ഡ്രഗിന്റെ നിർമ്മാണത്തിലും മറ്റും ആക്റ്റീവായി നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെതിരായി കർശനമായ നടപടിയെടുക്കുകയും ഈ സിന്തറ്റിക് ഡ്രഗിന്റെ നിർമ്മാണം തന്നെ തടയുകയും വേണം. എന്തായാലും കേരളം ലഹരി വിമുക്തമാക്കാൻ ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ നേതാക്കളും കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിനെ ഈ കാര്യങ്ങളിൽ ഒരല്പമെങ്കിലും നിർബന്ധിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.